കോഴിക്കോട് 12-കാരിക്ക് നേരെ തെരുവുനായ ആക്രമണം. തലനാരിഴയ്ക്കാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത്. തിരുവണ്ണൂർ കോട്ടൺ മിൽ റോഡിലാണ് സംഭവം. ആ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുകയാണ്. മിഥില, ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ചെറിയ കുട്ടിയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഭയമുണ്ടാകുമ്പോൾ കൃത്യമായ പ്രതികരണമൊന്നും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. ബൈക്ക് യാത്രികനാണ് അവിടെ രക്ഷകനായി എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ രാവിലെയാണ്. ഇന്നലെ രാവിലെ 8:15-നും 8:30-നും ഇടയിലാണ്. തിരുവണ്ണൂർ കോട്ടൺ മിൽ റോഡ്, അതായത് തിരുവണ്ണൂർ കോട്ടൺ മിൽ എന്ന് പറയുന്നത് തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണ്, നഗരപരിധിയിൽ തന്നെയാണ്. ആ ഒരു റോഡിൽ വെച്ചാണ് ഇത്തരത്തിൽ 6ാം ക്ലാസ്സുകാരിക്ക് നേരെ തെരുവു നായക്കൂട്ടം ഓടിയടുത്തത്. തലനാരിഴയ്ക്കാണ് ഈ കുട്ടി രക്ഷപ്പെട്ടത്. ആ ഒരു ദൃശ്യങ്ങൾ കാണാം. 1ഉം 2ഉമൊന്നുമല്ല, 5-6 നായ്ക്കൾ ഉണ്ടായിരുന്നു. രാവിലെ മദ്രസ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു ഈ പെൺകുട്ടി. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. ഒന്ന്, ആ കുട്ടി പകച്ചു പോയിട്ടുണ്ട്. അവിടെ ഈ നായക്കൂട്ടം ഈ കുട്ടിയെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്നത് കണ്ട് അതുവഴി എത്തിയ സ്കൂട്ടർ യാത്രികൻ ഈ നായ്ക്കൂട്ടത്തിലേക്ക് ഈ സ്കൂട്ടർ ഓടിച്ചു കയറ്റുകയും ഈ കുട്ടിക്ക് രക്ഷാകവചം ഒരുക്കുകയുമായിരുന്നു. അല്ലാത്തൊരു സമയമായിരുന്നുവെങ്കിൽ, അത്തരത്തിൽ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു കുട്ടി ഒരുപക്ഷെ ആ ഒരു തെരുവു നായക്കൂട്ടത്തിന്റെ ആക്രമണത്തിന് ഇരയാകുമായിരുന്നു. എന്ത് തന്നെയായാലും അത്ഭുതകരമായി തന്നെയാണ് ആ കുട്ടി തലനാരിഴയ്ക്കാണ് ആ കുട്ടി രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്രിസ്റ്റീന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ CCTV-യിലുള്ളത്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.